അതിന്റെ ടോപ്പിക്ക് വന്നിരുന്നത് ഗ്രന്ഥശാലകളും പെൺകുട്ടികളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം നാട്ടുമ്പുറത്തെ ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വളരെയധികം മുന്നോട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ. പക്ഷേ അപ്പോഴും അവിടെയും ഒരു പാട്രിയാർക്കിയൽ കാര്യം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് പെൺകുട്ടികൾക്ക് അവിടെ എവിടെ സ്ഥലം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നാട്ടുമ്പുറത്തെ നമുക്ക് യൂണിവേഴ്സിറ്റികളിലാവട്ടെ ക്യാമ്പസുകളിലാവട്ടെ ഗ്രന്ഥശാലകളിൽ പെൺകുട്ടികൾക്ക് ഇടങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ലൈബ്രറി റെഫറൻസിന് അവിടെ പോകാൻ സാധിക്കും. പക്ഷെ നാട്ടുമ്പുറത്തെ ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ച് പരിമിതികളുണ്ട്. പലപ്പോഴും ഇത്തരം ചർച്ചാവേദികളൊക്കെ കിട്ടുന്നതിന് വളരെ സ്പേസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ഗ്രന്ഥശാലകളിലൂടെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിക്കും, പെൺകുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷെ അത്തരം സ്പേസുകളെ ഗ്രന്ഥശാലകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഗ്രന്ഥശാലയുടെ അധികൃതരോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെക്കഴിഞ്ഞും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഇരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്പോർട്സിൽ അതായത് ബേസിക്കലി അവർക്ക് ചെറുപ്പം തൊട്ട് ഇത്തരം കാര്യങ്ങൾ ആക്ടിവിറ്റീസിൽ അവർ ഇൻക്ലൂഡഡ് ആയിരുന്നാൽ, അതായത് നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എന്താ പറയാ കോർഡിനേഷൻ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം കോർഡിനേഷൻ പോലും അവർ പഠിക്കുമ്പോൾ സിമ്പിളായിട്ട്, ഇപ്പം ഒരു സ്പോർട്സ് പേഴ്സണ് കുറച്ചുകൂടി മാത്തമാറ്റിക്സ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പല കാര്യങ്ങളും പെട്ടെന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, സ്പോർട്സിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അരികുവൽക്കരിച്ച് നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കായിക സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ മുൻപ് പല രീതിയിലുള്ള സംസ്കാരങ്ങളും ഡെവലപ്പ് ചെയ്തെടുത്തത് ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ പലതരത്തിലുള്ള സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗ്രന്ഥശാലകൾ. അതായത് കായിക സംസ്കാരം ഈവൻ പെൺകുട്ടികൾക്കാണെങ്കിലും അത്തരത്തിലൊരു സ്പേസ്, അതായത് എനിക്കും കളിക്കാൻ പോകണം. അതായത് ഒരു ഏജ് കഴിഞ്ഞാൽ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാവട്ടെ, ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. പണ്ട് തോട്ടങ്ങളിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകരുത്, നിങ്ങൾക്ക് പറ്റിയ സ്പേസ് അല്ല അതെന്ന് പറയും. അപ്പോൾ പെൺകുട്ടികളുടെ സ്പേസ് എവിടെയാണ്? സോ ആ ഒരു സ്പേസ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇത്തരം ഗ്രന്ഥശാലകളിലൂടെ. അത് എന്താ പറയാ, അതിന് ഈ പറഞ്ഞ പോലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും അതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട്. ക്ലബ്ബുകൾ വരുമ്പോൾ, ഗ്രന്ഥശാലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലബ്ബുകൾ വരുമ്പോൾ, ക്ലബ്ബുകളിലെ ആൺകുട്ടികൾക്കായിരിക്കും ആക്ടിവിറ്റീസ് കൂടുതൽ. അതൊരു പ്രശ്നമായിട്ട് ഞാനിപ്പം പാർശ്വവൽക്കരിച്ച് അങ്ങനെ സൈഡായിട്ട് നിർത്തി പറയുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ യുവജനക്ഷേമ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട്, യുവജനക്ഷേമ കമ്മീഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് പലവിധ കാര്യങ്ങൾ ക്ലബ്ബുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ക്ലബ്ബുകളിലേക്ക് എത്രമാത്രം പെൺകുട്ടികൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അവർക്ക് നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ ഗ്രന്ഥശാലകളിൽ പോകുന്ന ആ വീടുകളിലെ തന്നെയുള്ള മുതിർന്ന കാരണവർ പറയും, നിങ്ങൾ അവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി തരുന്ന സംഭവങ്ങളുണ്ട്. നേരെ തിരിച്ചുള്ള വളരെ പുരോഗമന ചിന്താഗതിക്കാരുള്ള ആളുകൾ ഉണ്ടാവാം, എന്നാൽ മജോറിറ്റി ഇതാണ്. സ്വാഭാവികമായിട്ട് നമുക്കിത് അഡ്രസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിന് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷനുള്ള ഒരു സ്പേസ് ഗ്രന്ഥശാലകളിൽ ഒരുങ്ങേണ്ടതുണ്ട്. അതിനും കൂടെ ആക്റ്റായിട്ടുള്ള ഒരു സ്പേസ് ആണത്. പക്ഷെ ആ ഒരു സ്പേസിനെ ആരും ഉപയോഗിക്കുന്നില്ല, ആ തരത്തിലേക്ക് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന് വലിയ സാധ്യതകളുണ്ട്. അതായത് ജനകീയ കായിക സംസ്കാരം എന്നുള്ള ഒന്നിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വലിയൊരു സാധ്യത ഗ്രന്ഥശാലകളിലുണ്ട്. ആ ഒരു സാധ്യതയെ എനിക്ക് തോന്നി ഈ ഒരു സെമിനാറിലൂടെയെങ്കിലും കണ്ടെത്തി അതിനൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള വലിയൊരു ആശയം മുകളിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക വിപ്ലവകരമായൊരു മാറ്റത്തിന് തുടക്കമായിരിക്കണം. സോ അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒരു ഏകദേശ രൂപം ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചതാണ്. പക്ഷെ നമ്മൾക്കത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം മുമ്പുള്ള അതായത് മുമ്പ് അദ്ദേഹമൊക്കെ സംസാരിച്ചു, എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല, സാറിനെയാണ്. സാറ് സംസാരിച്ചപ്പോൾ നമ്മളുടെ കേരളത്തിലെ കുട്ടികളുടെ കായിക നിലവാരം എത്രത്തോളം ആണെന്നുള്ളത് പഠനങ്ങളെ നിരത്തി തന്നെ സാറ് സൂചിപ്പിച്ചിരുന്നു. ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുമ്പത്തെ പോലെ ഇപ്പം നമുക്ക് എന്താ പറയാ, ക്യാൻസർ അടക്കം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ കണത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആശുപത്രികളിലേക്ക് ഓടുക, എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിന് റെമഡി കണ്ടെത്തുക എന്നതിലുപരിയായിട്ട് ഇത്തരം ഒരു കായിക സംസ്കാരം ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നാൽ അതിന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ പല രീതിയിലുള്ള നിലവാരത്തിൽ നമുക്ക് ഒത്തിരി മുൻപോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഒരു അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രോഫിറ്റ് ബേസ്ഡ് ആണ്. എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്താൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഞാനതിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരവസ്ഥ. അത് സ്പോർട്സിന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്നുള്ളൊരു ചിന്തയാണ്. സ്പോർട്സിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു നമ്മൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ്. ഇപ്പം ഞാനിന്നിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഐ എം എ സ്പോർട്സ് പേഴ്സൺ ആക്ച്വലി. പക്ഷെ ഇപ്പം കരിയറിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്, ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷെ അതിലൂടെ കടന്നു വന്നുകൊണ്ടുണ്ടായ എനിക്കൊരു ഗുണം എനിക്കറിയാം. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്താണെന്ന് എനിക്കറിയാം. ആ ഒരു ഇതിലേക്ക് ഓരോ പെൺകുട്ടികളും വളർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു സംസ്കാരം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.